ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നാച്ചുറൽസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടൂരയും ചന ചോലയുമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഈസിയാണ്, നല്ല ടേസ്റ്റിയായ റെസിപ്പിയാണ്. ഇനി നമുക്കെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനൊരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം. നന്നായി മിക്സ് ചെയ്യുക, കട്ടൊന്നുമില്ലാതെ. ഇനി 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച റവ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് വെച്ച് നന്നായി കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്ത് കുറച്ച് ഓയിലും തടവി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു നനഞ്ഞ തുണി മേലെ ഇട്ട് കൊടുക്കണം. ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ചന മസാല തയ്യാറാക്കാം. ഇതിനായി കുക്കറിലേക്ക് കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 2 ഉള്ളി പേസ്റ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ചെറിയ തക്കാളി പേസ്റ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കടല വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്ന് ഞാൻ കടല വേവിക്കുമ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ പേസ്റ്റാക്കി വെച്ച കടല ചേർത്ത് കൊടുക്കാം. അത് മിക്സ് കഴുകിയ വെള്ളവും ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കറി റെഡി ആയിട്ടുണ്ട്. നന്നായി തിളവരട്ടെ. മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം.
കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെക്കാം. ഇനി നമുക്ക് ഭട്ടൂര തയ്യാറാക്കാം. കുറച്ച് അത്യാവശ്യം വലുപ്പത്തിലുള്ള മാവെടുക്കാം. നല്ല റൗണ്ടിൽ പരത്തിയെടുക്കാം. കുറച്ച് വലുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് തിളച്ച എണ്ണയിലിട്ട് വറുത്തെടുക്കാം. നന്നായി പൊങ്ങി വരട്ടെ. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് ഓയിൽ മേലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഡ്രൈ ആവില്ല. ഇത് എണ്ണയൊന്നും കുടിക്കില്ല. നല്ല ക്രിസ്പിയായ ഭട്ടൂരയാണ്. ഞാൻ ഇപ്പുറം തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.